വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ല സെലിബ്രേറ്റ് ചെയ്തെങ്കിലും ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിരുന്നു. അങ്കിളും ആൻറ്റി എല്ലാവരും ഉള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് എല്ലാ തവണത്തെയും പോലെ. അപ്പം പ്രീവിയസ് ഡേ എൻ്റെ അമ്മ സ്കൂളിൽ നിന്ന് വന്നു. ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അമ്മയെ കാണുന്നത്. ഒരു 2 മന്ത്സോളം ആയി ഞാൻ അമ്മേനെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും വീട്ടിലുള്ളപ്പം അമ്മയും അച്ഛനെ മിസ്സ് ചെയ്യുന്നത് അത്രയ്ക്ക് അറിയില്ല, മിസ്സ് ചെയ്യാറില്ല. പക്ഷെ കുറച്ച് ദൂരത്തേക്കൊക്കെ പഠിക്കാൻ പോയിട്ട് പിന്നീട് അവരെ കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുക്ക് ചെയ്തു. അപ്പോൾ ഞാനാണ് അന്നും കുക്ക് ചെയ്തത്. അമ്മയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ. അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇടിയപ്പം പൊട്ടറ്റോ കറിയാണ്. അതിനുശേഷം ഞാൻ പോയി ബർത്ത്ഡേ സെലിബ്രേഷന് ഡ്രസ്സൊക്കെ ചെയ്തു. ഇതാണ് ഞാൻ അന്നെടുത്ത പുതിയ എൻ്റെ ഉടുപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഉടുപ്പായിട്ട് ഇത് മാറി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആൻറ്റി അങ്കിളും എല്ലാവരും, അവർക്കും എല്ലാം ഈ ഉടുപ്പ് ഒത്തിരി ഇഷ്ടമായി. അപ്പം അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേക്ക് കട്ടിങ്ങിനായിട്ട്. അവരും കൂടെ വന്നാലേ ബർത്ത്ഡേ കംപ്ലീറ്റ് ആവുള്ളൂ. ആൻറ്റി അങ്കിളും ഇല്ലാത്തൊരു ബർത്ത്ഡേ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. സോ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. സ്ഥിരമായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് കൊടുക്കാറ്. പീസ് ഓഫ് കേക്ക് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ നെയിം. ഞാൻ എപ്പോഴും ഓൺലൈനിലായിട്ടാണ് ഇത് കൊടുക്കാറ്. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തൊരു കേക്കായിരുന്നു. അങ്ങനെ ഇതാ ആൻറ്റി അങ്കിളും വന്നു. ഇനി കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് നമ്മൾ പോവാണ്. ആൻറ്റി അങ്കിളിനെയും കണ്ടിട്ട് ഞാൻ കുറേ നാളായി. അതുപോലെ അമ്മ അച്ഛനെ എങ്ങനെ മിസ്സ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഞാൻ ആൻറ്റി അങ്കിളിനെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് കുറേ ദിവസത്തിന് ശേഷം കാണുമ്പം അവരെയും കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. പിന്നെ എൻ്റെ അമ്മ അച്ഛനെയും പോലെ അല്ല ഇവർ കുറച്ചുകൂടെ എക്സ്പ്രസീവാണ്. അപ്പം നമുക്കത് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അമ്മ അച്ഛൻ ഒട്ടും എക്സ്പ്രസീവ് അല്ല. എല്ലാ തവണത്തെയും പോലെ ആൻറ്റി അങ്കിളും എനിക്ക് ഇത്തവണയും ഗിഫ്റ്റ്സ് ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ട്രാഫിക്കൊക്കെ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് അവർ വന്നത്. ദെൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയത്. ഞങ്ങളുടെ പുതിയ സോഫ കവറാണ്. അപ്പം അത് എവിടെ നിന്നാന്നൊക്കെ ആൻറ്റി ചോദിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും സംസാരിച്ചതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങിലേക്ക് പോയത്. പിന്നെ സ്ഥിരം ആൻറ്റി ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റി അത് വിശദമായിട്ട് നോക്കും. അപ്പം ഇത്തവണയും ആൻറ്റി എന്നെ അടുത്ത് വിളിച്ചിട്ട് അതൊക്കെ നോക്കുകയാണ്. അതുപോലെ തന്നെ അങ്കിളിൻ്റെ ഒരു ഫോട്ടോ സെക്ഷനും കാണും. ഇതെപ്പോഴും എല്ലാ ബർത്ത്ഡേയ്സിനും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻറ്റിക്കും ഈ ഉടുപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്കിളിനോട് ഫോട്ടോ എടുക്കാനൊക്കെ ആൻറ്റി പറയാണ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും നാളും കാണാതിരുന്നതിൻ്റെ കുറേ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അപ്പം അതിനുശേഷം അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ലൈം വിത്ത് മിൻ്റാണ് ആക്ച്വലി. അപ്പം അച്ഛനിത് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കും. അപ്പം അത് ആൻറ്റിക്കും അങ്കിളിനും കൊടുക്കുകയാണ്. പിന്നെ സംസാരിച്ചാലും തീരാത്ത അത്രയും ടോപ്പിക്സ് ഞങ്ങൾക്ക് എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് അതിനൊരു എൻഡ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഇത്രയും പേരും കൂടെ കൂടുമ്പോഴാണ് ചിരിയും സന്തോഷവും എല്ലാം എപ്പോഴും ഉണ്ടാവാറ്. ഇത് ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തതും എല്ലാം അങ്കിളും അമ്മയും കൂടെയാണ്. ഇതൊക്കെ അമ്മയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കേക്ക് കട്ടിങ്ങിലേക്കാണ്. അമ്മ അതൊക്കെ അൺബോക്സ് ചെയ്യാണ്.
ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കേക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മൾ പറഞ്ഞ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സാണ്. എനിക്കെപ്പോഴും ഈ ഒരു പീസ് ഓഫ് കേക്ക് എന്നുള്ള ഷോപ്പ് ഞാൻ എങ്ങനെയാണോ കേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറയുന്നത് അവരതുപോലെ തന്നെ ചെയ്ത് തരാറുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേക്കിന്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കെല്ലാം ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം ഒരുപാട് മധുരവും ഒന്നുമില്ല. ആവശ്യത്തിനുള്ള മധുരം ഒക്കെയാണ്. അപ്പോൾ ദാ അച്ഛനും അമ്മയും കൂടെ കേക്കെല്ലാം അൺബോക്സ് ചെയ്തു. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ദാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ആൻറ്റി അങ്കിളിന് ശേഷം അച്ഛനും അമ്മയ്ക്കാണ് കേക്കൊക്കെ കൊടുത്തത്. അപ്പം അച്ഛന് ഡയബറ്റിക്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസാണ് കൊടുത്തത്. അച്ഛനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല അതിൽ. അപ്പം ഞാൻ കാണാണ്ടൊക്കെ കേക്കെടുത്ത് കഴിക്കാനുള്ള പ്ലാനിലാണ്. അച്ഛനപ്പം അതൊക്കെയാണ് എന്നോട് പറയുന്നത്, കുറച്ചുകൂടെ വലിയ പീസൊക്കെ എനിക്ക് തരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ദാ ഞങ്ങളാരും കാണാണ്ട് എടുത്ത് കഴിക്കാനുള്ള പ്ലാനിലാണ്. അതിന് ഞാൻ വഴക്ക് പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്. കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. എല്ലാവർക്കും നല്ല വിശന്നിരുന്നിരുന്നു. അപ്പം ഞങ്ങളിത് ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കഴിഞ്ഞ തവണ അമ്മ വീട്ടിലുണ്ടായിരുന്നുള്ളതുകൊണ്ട് കുക്ക് ചെയ്തു. പക്ഷേ ഇത്തവണ അമ്മ തലേന്നാണ് സ്കൂളിൽ നിന്നൊക്കെ വന്നത്. അപ്പം ടയേർഡായിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത് അങ്കിളാണ്. കഴിക്കാൻ പോയപ്പോൾ ഞാൻ വ്ളോഗിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ പാവം അങ്കിളാണ് എനിക്കിതെല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നത്. എൻ്റെ പഴയ ബർത്ത്ഡേ വ്ളോഗ്സ് കണ്ടവർക്കറിയാം, സ്ഥിരമായിട്ട് കേക്ക് കട്ട് ചെയ്ത് ബോക്സസിലേക്ക് ആക്കുന്നത് ആൻറ്റിയാണ്. ആൻറ്റി അതിൽ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ ഇത്തവണയും ആൻറ്റി തന്നെയാണ് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അങ്കിള് വീഡിയോ ആണ് എടുക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയ്ക്ക് ഇട്ട് ഇങ്ങനെ പോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്കിളും ആൻറ്റിയും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആൻറ്റി കാറിൽ കയറാൻ പോയപ്പോഴാണ് എന്തോ കാര്യം മറന്നു എന്ന് തോന്നിയത്. അങ്ങനെ ആൻറ്റി എനിക്ക് അത് തരാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇതാണ് ആൻറ്റി മറന്നുപോയ കാര്യം. എനിക്ക് സ്ഥിരമായിട്ട് ആൻറ്റി ഇറങ്ങാൻ നേരത്ത് കിസ്സസ് ഹഗ്സ് എല്ലാം തന്നിട്ടാണ് പോവാറ്.
അപ്പോൾ ഇത്തവണ അത് മറന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി തിരിച്ച് വന്ന് എനിക്കത് തരുകയാണ്. എന്നാലേ അതൊരു എന്താ ഫിനിഷ് ആവുള്ളൂ. അങ്ങനെ അവരിതാ പോയി. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ സങ്കടമുണ്ട്. പക്ഷേ നെക്സ്റ്റ് മന്ത് ഇനി ഞങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും എന്നൊരു ഹോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹാപ്പിനെസ്സും ഉണ്ട്. അതിനെ അപ്കമിങ് വ്ളോഗ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുവരേക്കും ബൈ.